ഇതുവരെ നമ്മൾ എല്ലാവരും ചെയ്തു വരുന്ന ഒരു രീതി, നേരത്തെ പറഞ്ഞ പോലെ രാമായണം, ഭാരതം തുടങ്ങിയ ചമ്പുക്കളെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ്. ഇത് പ്രഹസനത്തിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ഭഗവതജ്ജുകം. പ്രഹസനം എന്ന് പറഞ്ഞാൽ നാടകം എന്ന് പറയുന്ന വിഷയത്തെ ഭാരതീയമായ രീതിയിൽ നാട്യശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ 10 തരത്തിലുള്ള രൂപകങ്ങളും ഉപരൂപകങ്ങളുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പ്രഹസനം. പ്രഹസനം പൊതുവെ ഹാസ്യരസപ്രധാനമാണ്. അപ്പോൾ കൂത്തും വാസ്തവത്തിൽ ഹാസ്യരസപ്രധാനമാണ്. ഈ പ്രഹസനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നാട്യരസേഷു ഹാസ്യരസമേവ പ്രധാനമിതി പശ്യാമി എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഹാസ്യമാണ് ഇതിലെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വൈരുദ്ധ്യങ്ങളുടെ ചിരിയാണ് ഭഗവതജ്ജുകം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥ, ഇതുവരെയുള്ള കൂത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കഥ അവതരിപ്പിക്കണം എന്ന് വെച്ച് കൂത്തിൽ നിന്ന് ഒരിക്കലും മാറാതെ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പുതുമ ഉൾക്കൊള്ളുക എന്ന ഒരു ഗവേഷകൻ്റെ ഒരു ചിന്തയുടെ ഉൽപ്പന്നമാണ് വാസ്തവത്തിൽ ഭഗവതജ്ജുകം. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു കഥയാണ്. അപ്പോൾ ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് എത്തിക്കാം, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കല കൂത്താണ് എന്ന് ഈ 25 വർഷം ചാക്യാർ കൂത്തിൽ പ്രവർത്തിച്ചുള്ളൊരു നടൻ എന്ന നിലയിൽ